Well, I'm sorry, I misunderstood the pastor. ഞാൻ എന്നോട് പറഞ്ഞത് ഞാൻ തെറ്റിദ്ധരിച്ചു. I thought he said 12:30. 12:30 വരെ സംസാരിക്കണമെന്ന് എന്നോട് പറഞ്ഞതായിട്ടാ എനിക്ക് തോന്നിയത്. So we will discuss an event that actually took place the day before Jesus left to go to Jerusalem for the last week, and for many years this event was included with that final week. Can you repeat that again? I'm sorry. I said we'll discuss an event now that for years was included with the final week, but now we do not include it. യേശുവിന്റെ ആ ഒടുവിലത്തെ ആഴ്ചയിൽ നടന്നതായി പല നാളുകൾ വിശ്വസിച്ചെങ്കിലും ഇപ്പോൾ ഒരു കാര്യം തെളിഞ്ഞു വരുന്നത്, ഒരു പക്ഷേ ഇത് ഒടുവിലത്തെ ആഴ്ചയിൽ അല്ല സംഭവിച്ചത്, പക്ഷേ അതിന് മുൻപായിരിക്കും. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നു. Because this actually took place the day before the Holy Week began. വിശുദ്ധ ആഴ്ചവട്ടം തുടങ്ങുന്നതിന് ഒരു ദിവസം മുൻപേ നടന്ന ഒരു സംഭവമാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്. So turn with me to Luke the 13th chapter. ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. Luke number 13. ലൂക്കോസ് 13. And we will read verse number 10 through 17. ലൂക്കോസ് 13-ന്റെ 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. ഒരു ശബ്ബത്തിൽ അവൻ പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ടും ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു. സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. അവൾ ക്ഷണത്തിൽ നിവർന്നു ദൈവത്തെ മഹത്വപ്പെടുത്തി. യേശു ശബ്ബത്തിൽ സൗഖ്യമാക്കിയതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ട പുരുഷാരത്തോട്, വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിച്ചുകൊള്ളുവീൻ, ശബ്ബത്തിൽ അരുത് എന്ന് പറഞ്ഞു. കർത്താവ് അവനോട്, കപടഭക്തിക്കാരെ, നിങ്ങൾ ഒരുത്തൻ ശബ്ബത്തിൽ തന്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിന്റെ മകളായ ഇവളെ ശബ്ബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അവൻ അത് പറഞ്ഞപ്പോൾ അവന്റെ വിരോധികൾ എല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. This woman who had been stooped for 18 years is one of those sermons that is very misunderstood. 18 വർഷം ഇങ്ങനെ കൂനുള്ള ഈ സ്ത്രീ ഇവളുടെ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പല തെറ്റിദ്ധാരണകൾ പലരും പറഞ്ഞ് ശ്രദ്ധിച്ചിട്ടുണ്ട്. And because it is misunderstood, many pastors choose not to preach sermons on this. ഇതിൽ പല ആശയങ്ങൾ മനസ്സിലാകാത്തതുള്ളതുകൊണ്ട് പല ശുശ്രൂഷകന്മാരും ഈ വചനഭാഗം അധികം ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടാറില്ല. But it was part of the fuel that was thrown on the fire that led to Jesus' crucifixion. യേശുക്രിസ്തുവിന്റെ ക്രൂശീകരണത്തിന് വഴിയുണ്ടാക്കി കൊടുത്ത പല സംഭവങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട സംഭവമായിരുന്നു ഇത് എന്ന് ഞാൻ പറയട്ടെ. These events actually began many years before. ചില വർഷങ്ങൾക്ക് മുൻപേ തന്നെ കർത്താവായ യേശുക്രിസ്തുവിനോട് ആ മതത്തിനുള്ള ദ്വേഷം ആരംഭിച്ചിരുന്നു. After Herod the Great died, his kingdom was divided between his sons. ഹെരോദാവ് രാജാവ് മരിച്ചതിനു ശേഷം തന്റെ രാജ്യം തന്റെ മക്കളുടെ ഇടയിൽ വിഭാഗിക്കപ്പെട്ടു. And the son by the name of Herod Antipas was chosen to take the responsibility for the northern area, which included the Galilee. ആറ്റപ്പസ് എന്ന പേരുള്ള ഹെരോദാവിന്റെ ചുമതലയിൽ വടക്കേ വശം ഗലീല ഉൾപ്പെടെ വരുവാനിടയായി തീർന്നു. Now at that time, most marriages did not take place because of love. ആ കാലങ്ങളിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ വിവാഹങ്ങൾ നടന്നു വന്നത് അവർ തമ്മിൽ സ്നേഹിച്ചതിനു ശേഷം അവരുടെ പങ്കാളികളെ അവർ തന്നെ കണ്ടെത്തുന്ന ഒരു സംസ്കാരമല്ലായിരുന്നു. They were political marriages. അവിടുത്തെ പല വിവാഹങ്ങളും പൊളിറ്റിക്കൽ സ്ഥാനമാനങ്ങൾ സൂക്ഷിക്കുവാനായി വിവാഹത്തിന് കൊടുത്തും എടുത്തും വന്നിരുന്നു. A king would marry the daughter of another king to make an alliance with them. ഒരു രാജാവ് മറ്റൊരു രാജ്യത്തിന്റെ രാജാവിന്റെ മകളുമായി വിവാഹം നടത്തി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഒരു സഖ്യതയിലെത്തും. Or a king's son would make a marriage with another king's daughter
to form that alliance. ഒരു രാജകുമാരൻ മറ്റൊരു രാജ്യത്തിലുള്ള ഒരു രാജകുമാരിയെ വിവാഹം കഴിച്ച രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സമാധാനത്തിലും ഒത്തുതീർപ്പിലും എത്തും. At that time, Arabia was not part of the Roman Empire. ആ കാലങ്ങളിൽ അറേബ്യ രാജ്യം റോമൻ സാമ്രാജ്യത്തിന്റെ കീഴിലല്ലായിരുന്നു. Arabia was also much larger than what it is now. ഇന്നുള്ളതിനേക്കാൾ വളരെയധികം സ്ഥലമുണ്ടായിരുന്ന വിസ്താരമായിരുന്ന രാജ്യമായിരുന്നു അറേബ്യ രാജ്യം. At that time, Arabia went all the way from the Jordan River completely to the east, all the way to India, the Indus River. അന്ന് അറേബ്യ എന്ന് പേരുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ അറിയുന്നത് യോർദാൻ നദി മുതൽ അതിന്റെ ഒരു കര മുതൽ ഇൻഡസ് വാലി വരെ ഇന്ത്യയുടെ അടുത്ത് വരെ വരുന്ന ഒരു വലിയ സ്ഥലമായിരുന്നു. And so the area did not extend up into what is now Syria, so it was in the bottom portion of what is now Jordan, and then went all the way to India. സിറിയ വരെ എത്തുകയില്ല, പകരം യോർദാന്റെ തീരം മുതൽ ഇന്ത്യ വരെ എത്തുന്ന വലിയ ഒരു പ്രദേശമായിരുന്നു അറേബ്യ പ്രദേശം. But it was such a huge land area and incorporated so many people that Rome was afraid of this land. ഇത്രയും വലിയ ഒരു ദേശത്ത് പാർത്തു വരുന്ന ജനത്തെ റോമൻ രാജ്യം ഭയപ്പെട്ടു. The king of Arabia at that time was Artias. ആർട്ടിയസ് എന്ന പേരുള്ള ഒരു രാജാവ് അറേബ്യൻ രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നു. Artias didn't like Rome. ആർട്ടിയസ് രാജാവിന് റോമൻ ഭരണം താല്പര്യമില്ലായിരുന്നു. But he was also afraid of Rome. പക്ഷേ ആർട്ടിയസ് രാജാവും റോമൻ രാജ്യത്തെ അവരുടെ ഭരണത്തെ ഭയപ്പെട്ടു. So their fear of one another prevented them from having war. അവർ തമ്മിൽ രണ്ടുപേരുടെയും ശക്തി വലുതായതുകൊണ്ട് ഭയപ്പെട്ടു. അവർ തമ്മിൽ യുദ്ധം ചെയ്യാതെ തുടർന്നു. But during the time of Tiberius Caesar, ടൈബേരിയസ് കൈസറിന്റെ കാലത്ത് he convinced Herod Antipas to marry the daughter of the Arabian king. അറേബ്യൻ രാജാവിന്റെ മകളെ വിവാഹം കഴിക്കുവാൻ ഹെരോദാവായ ഈ ഗലീല ഭരിച്ചു വന്ന ഹെരോദാവിനെ ഈ കൈസർ അതിലേക്ക് നയിക്കുവാനിടയായി. So this would make an allegiance between a Roman official and the king of Arabia. അങ്ങനെ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട രാജാവും അറേബ്യൻ രാജാവും തമ്മിലുള്ള ഏതോ ഒരു കോംപ്രമൈസ് അവിടെ വരുവാനിടയായി തീരും. At this time Herod was about 57 years old. ഈ വിവാഹം നടക്കുമ്പോൾ ഹെരോദാവ് രാജാവിന് 57 വയസ്സ് പ്രായമുണ്ട്. And the daughter of the Arabian king was 12 years old. അറേബ്യൻ രാജാവിന്റെ മകൾക്കോ 12 വയസ്സ് മാത്രം പ്രായം. Her name was Zoloras. സൊലോറസ് എന്ന് പേരുള്ള ഈ പെൺകുട്ടി, she was a very beautiful young girl. അവൾ വളരെ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയായിരുന്നു. She was reputed to have been one of the most beautiful women in the East at that time. ആ കാലങ്ങളിൽ ആ ദേശങ്ങളിലുള്ള ഏറ്റവും സൗന്ദര്യമുള്ള ഒരു വ്യക്തിയായി ആ പെൺകുട്ടിയെ ലോകം അംഗീകരിച്ചു. Even though she was very, very young. വളരെ പ്രായം കുറഞ്ഞ പെൺകുട്ടിയായിരുന്നെങ്കിലും. Do we have any young ladies here that are 12 years old? 12 വയസ്സുള്ള പെൺകുട്ടികൾ കരമുയർത്തി കാണിച്ചാലും. Anyone? ആരെങ്കിലും ഉണ്ടോ? 12-year-old girls, lift up your hands. Nobody. Nobody? 12-year-old. 12 years old. There's one there out there. Where is she? Okay, stand up please. രണ്ട് പേരുണ്ട്. Can you imagine a 57-year-old man marrying this lovely girl? 57 വയസ്സ് പ്രായമുള്ള ഒരു പുരുഷൻ ഇത്രയും മാത്രം പ്രായമുള്ള പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നത് ഓർക്കുവാൻ സാധിക്കുമോ? Thank you very much. You may be seated. So, logic obviously had nothing to do with this. അതുകൊണ്ട് ഒരു സാധാരണക്കാരന്റെ ബുദ്ധിയിൽ, സാധാരണ മനുഷ്യന്റെ ബുദ്ധിയിൽ ഇത് നിരക്കാത്ത കാര്യമാണ്. But പക്ഷേ it was politics. ഇത് പൊളിറ്റിക്സ് ആയിരുന്നു, രാഷ്ട്രീയമായിരുന്നു. And so Zoloras married Herod Antipas, and they moved to where his home was, which was Capernaum. സൊലോറസ് എന്ന ഈ പെൺകുട്ടി ഓക്ടിസ് എന്ന ഈ രാജാവിനെ വിവാഹം കഴിച്ച് കപർനഹൂമിൽ അവരുടെ ഭവനത്തിലേക്ക് രണ്ടുപേരും മടങ്ങി വന്നു. And although originally there was no love between the two, over the years there was an amount of respect
that she gave her husband. അവരുടെ ജീവിതത്തിന്റെ പ്രാരംഭത്തിൽ അവർ തമ്മിൽ വലിയ സ്നേഹമില്ലായിരുന്നെങ്കിലും അവൾ വളർന്നു വന്നപ്പോൾ ഈ മനുഷ്യനെ അവൾ വളരെ ബഹുമാനിച്ചു. But shortly after the marriage, Dolores developed a type of disease. ഈ വിവാഹം കഴിഞ്ഞതിന് ശേഷം ചുരുങ്ങിയ ചില നാളുകൾക്കകം സൊളോറസ് എന്ന ഈ പെൺകുട്ടിക്ക് ഒരു രോഗം പിടിച്ചു. No one knew the cause of the disease at ഈ that time. രോഗത്തിന്റെ കാരണം ആ കാലത്തിൽ ആർക്കും അറിയത്തില്ലായിരുന്നു. But the disease was a disease in the backbone of her body and affected the joints of her back. തന്റെ നട്ടലിൽ വന്ന ഒരു പ്രയാസം, ഒരു രോഗം, അത് വളരുവാൻ ഇടയായി തീർന്നു. And so as time went on, her body began to slightly bow itself down. അങ്ങനെ ചില നാളുകൾ കഴിയുന്തോറും ഇവളുടെ ശരീരം ഒരു കൂനുവാൻ ആരംഭിച്ചു. She was still very beautiful. അവൾ സൗന്ദര്യമുള്ളവളായിരുന്നു. But because of the physical problem, Herod never did develop a close relationship with her. ഈ ശാരീരിക പ്രശ്നം നിമിത്തം ഹെരോദാവ് രാജാവിന് ഈ ഭാര്യയുമായി അടുക്കുവാൻ സാധിച്ചില്ല. In fact, he seemed to be repulsed by her. അവളെ കാണുമ്പോൾ തന്നെ ഏതോ ഒരു പ്രയാസം എന്നതുപോലെ താൻ അവളിൽ നിന്ന് അകലുവാൻ ഇടയായി തീർന്നു. When she was 18 years old, the difficulty between the two became so intense that she moved a little further south to the city of Sepphoris. സപ്പോറസ് എന്ന പട്ടണത്തിലേക്ക് 18 വയസ്സായപ്പോൾ ഇവർ തമ്മിലുള്ള പ്രശ്നം വർദ്ധിച്ചതിനാൽ ഒരുമിച്ച് പാർക്കുവാൻ കഴിയാതെ ഇവൾ മറ്റൊരു പട്ടണം, സപ്പോറസ് എന്നൊരു മറ്റൊരു പട്ടണത്തിലേക്ക് മാറി. So Herod lived in Capernaum. ഹെരോദാവ് കപ്പർനഹൂമിൽ താമസിക്കുന്നു. And Dolores, his wife, lived about 30 miles south in Sepphoris. സൊളോറസ് എന്ന തന്റെ ഭാര്യ 30 മൈൽ മാറി മറ്റൊരു പട്ടണത്തിൽ പാർക്കുന്നു. Now, she was a non-believer in any of the gods except the gods of the Arabs. അറബ് രാജ്യത്തിന്റെ ആ രാജ്യത്തിൽ പാർത്തു വന്നവർ വിശ്വസിച്ച ദൈവങ്ങളിലല്ലാതെ മറ്റൊരു ദൈവത്തിൽ ഈ പെൺകുട്ടി വിശ്വസിച്ചുമില്ല. But she began to admire the worship rituals of the Jews. പക്ഷേ ഇവൾ യഹൂദന്മാരുടെ ആരാധനാ ക്രമങ്ങൾ കണ്ട് അതിൽ വളരെ ഇഷ്ടം തോന്നി അങ്ങോട്ട് വരുവാൻ ആരംഭിച്ചു. And although non-Jews were not permitted in the synagogues, സിനഗോഗിൽ യഹൂദന്മാരല്ലാതെ ആർക്കും കടക്കുവാൻ സാധിക്കത്തില്ലെങ്കിലും especially non-Jewish women, പ്രത്യേകിച്ച് യഹൂദരല്ലാത്ത സ്ത്രീകൾക്ക് വരുവാൻ she was സാധിക്കത്തില്ലെങ്കിലും just not any woman. അവൾ സാധാരണക്കാരത്തിയായ ഒരു സ്ത്രീ അല്ലായിരുന്നു. She was the wife of the Roman ruler. അവൾ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു അധിപതിയുടെ ഭാര്യയായ ഒരു സ്ത്രീയായിരുന്നു. So when she decided to visit a Jewish synagogue, nobody said a word. ഈ ജാതികീയായ സ്ത്രീ ഇവൾ രാജാവിന്റെ ഭാര്യ ആയതുകൊണ്ട് ഇവൾ ഒരു സിനഗോഗിൽ അകത്ത് കടക്കുവാൻ തീരുമാനിച്ചപ്പോൾ ആർക്കും അവളെ തടയുവാൻ ധൈര്യമില്ലായിരുന്നു. And she began to visit the Roman synagogue in Sepphoris quite often. ഈ സെപ്പോറസ് എന്ന പട്ടണത്തിൽ ഈ പെൺകുട്ടി യഹൂദന്മാരുടെ സിനഗോഗിൽ എപ്പോഴും ചെല്ലുവാൻ ആരംഭിച്ചു. And she became quite compassionate in giving of her funds to the poor and to the needy. അവൾ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും അവളുടെ സമ്പത്ത് വിതരണം ചെയ്യുവാൻ അവളുടെ പ്രവർത്തികൾ അവിടെ ചെയ്തു വന്നു. She never became a Jewish convert. അവൾ ഒരു യഹൂദ സ്ത്രീയായി മാറിയില്ല. But she raised the Jewish religion to at least equal to her own. അവൾ യഹൂദ മതത്തെ അവളുടെ സ്വന്തം മതമായി അംഗീകരിക്കുന്ന രീതിയിലുള്ള പ്രവർത്തികൾ ചെയ്തു വന്നു. But even through her own admission, she feels that the peace that she received only from the synagogue of the Jews. ഈ യഹൂദന്മാരുടെ സിനഗോഗിൽ നിന്നും മാത്രം ഇവൾക്ക് സമാധാനം ലഭിച്ചു എന്ന് അവൾ തിരിച്ചറിഞ്ഞു. In the meantime, Herod decided he wanted to go visit his brother who was in Rome. റോമിൽ പാർത്തിരുന്ന തന്റെ സഹോദരനെ സന്ദർശിക്കുവാൻ ഈ ഹെരോദാവ് തീരുമാനിച്ചു. His brother's name was Philip. തന്റെ സഹോദരന്റെ പേരായിരുന്നു ഫിലിപ്പ്. And he was a down the line successor in the line of Tiberius. തൈബീരിയസിന്റെ കാലശേഷം ഭരണം ഏറ്റെടുക്കുവാൻ ഉള്ള അടുത്തൊരു വ്യക്തിത്വമായിരുന്നു. So he was a
kind of a semi-member of the nobility. അതുകൊണ്ട് ആ ഭരിക്കുന്ന ഗ്രഹത്തിന്റെ ഒരു ഭാഗമായി താൻ അംഗീകരിക്കപ്പെട്ടു. But he was very wealthy. താൻ വളരെ ധനമുള്ള മനുഷ്യനായിരുന്നു, സമ്പന്നനായിരുന്നു. And he was the illegitimate son of Herod the Great. ഹെരോദാവിന്റെ മകനായി താൻ ജനിച്ചു. So Herod Antipas and Herod Philip had the same father, but not the same mother. ഹെരോദാസ് ആറ്റപ്പസും അതുപോലെ ഫിലിപ്പും ഹെരോദാവായ പിതാവിന്റെ മക്കളാണെങ്കിലും രണ്ടുപേരുടെയും അമ്മമാർ വേറെയായിരുന്നു. Now Philip was married to a woman by the name of Herodias. ഫിലിപ്പ് ഹെരോദിയാസ് എന്ന പേരുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു. She had a daughter by the name of Salome. സലോമി എന്ന പേരുള്ള ഒരു മകൾ അവർക്കുണ്ടായിരുന്നു. While he was in Rome visiting his brother, he fell in love with his brother's wife. ഈ ഹെരോദാവ് ഫിലിപ്പ് എന്ന തന്റെ സഹോദരനെ റോമിൽ സന്ദർശിക്കുവാൻ ചെന്നപ്പോൾ ഫിലിപ്പിന്റെ ഭാര്യയായ ഹെരോദിയാസുമായി ഈ ഹെരോദാവ് രാജാവിന് സ്നേഹമായി. But not only did Herod fall in love with Philip's wife, he also fell in love with Philip's daughter Salome. ഈ അമ്മയോടും മകളോടും ഈ ഹെരോദാവിന് വലിയ സ്നേഹമായി അവളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിച്ചു. So a very typical Roman relationship began. അങ്ങനെ റോമൻ സംസ്കാരത്തിൽ അവർക്ക് വലിയ പ്രശ്നമില്ലാത്ത ഒരു പ്രത്യേക രീതിയിലേക്ക് അവർ മാറുവാനിടയായി. This physical relationship involved the two brothers, the wife and the daughter. ഈ രണ്ട് സഹോദരന്മാരും ഹെരോദിയാസ് എന്ന ഈ സ്ത്രീയും അവരുടെ മകളും തമ്മിൽ നാലുപേരും തമ്മിൽ ശാരീരികമായ ബന്ധങ്ങൾ ആരംഭിച്ചു. At that time Salome was only 13 years old. ആ സമയത്ത് ശലോമി എന്ന പെൺകുട്ടിക്ക് 13 വയസ്സ് മാത്രം പ്രായം. And so Herod liked younger women, obviously. ഹെരോദാവിന് പ്രായം കുറഞ്ഞ പെൺകുട്ടിയോട് അധികം താല്പര്യം തോന്നി. And so this relationship continued for about 3.5 years. ഈ ഒരു ബന്ധം 3.5 വർഷത്തോളം തുടരുവാനിടയായി. At the same time, Zoloras was in her town of Sepphoris by herself. ആ സമയം സൊലോറ എന്ന ഈ ഭാര്യ സെപ്പോറസ് എന്ന ആ പട്ടണത്തിൽ ഏകയായി കഴിയുകയാണ്. She had no idea what was happening. ഇവിടെ എന്തു സംഭവിക്കുന്നു എന്ന് അവൾ അറിഞ്ഞില്ല. And so this was a total surprise to her when any word of this type of thing came to her, and she rejected it, said no. ഈ കാര്യത്തെക്കുറിച്ച് ഇവൾ കേട്ടാരംഭിച്ചപ്പോൾ അവൾക്ക് അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു വസ്തുതയായി അവൾ അതിനെ തള്ളിക്കളയുവാനിടയായി. Finally Herod made a proposal to his brother Philip. ഒടുവിൽ ഹെരോദാവ് തന്റെ സഹോദരനായ ഫിലിപ്പിനോട് ഒരു കാര്യം ഇങ്ങനെ ചോദിച്ചു. He said, I will give you the American equivalent. I will give you $2 million for your wife and an additional $1 million for your daughter. $20 ലക്ഷം വില ഞാൻ തരാം, കൂടാതെ അടുത്തൊരു $10 ലക്ഷം തരാം. $20 ലക്ഷം നിന്റെ ഭാര്യയായ ഹെരോദിയാസിനെ എനിക്ക് നൽകുക, $10 ലക്ഷം തരാം നിന്റെ മകൾ ശലോമിയെ എനിക്ക് നൽകുക. And Philip says, okay. ഫിലിപ്പ് പറഞ്ഞു സാരമില്ല. But when they brought the proposal to the wife, to Salome, she had problems. പക്ഷേ ഇതേ ആശയം ഹെരോദിയാസിനോട് പറഞ്ഞപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. She said, I will agree only if you divorce your wife in Galilee. ഗലീലയിലുള്ള നിന്റെ ഭാര്യയെ ഉപേക്ഷിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് സമ്മതിക്കുകയുള്ളൂ. Well, he was afraid to do that. അത് ചെയ്യുവാൻ താൻ ഭയപ്പെട്ടു. This was the daughter of the Arabian king. ഇത് അറേബ്യൻ രാജാവിന്റെ മകളാണ്, മറക്കരുത്. If he divorced this girl, there could be war between Arabia and Rome. ഈ വിവാഹമോചനം നടന്നാൽ അറേബ്യയും റോമും തമ്മിൽ യുദ്ധമുണ്ടാകാൻ സാധ്യതയുണ്ട്. So he chose not to face the issue. അതുകൊണ്ട് ഈ വസ്തുത നേരിടുവാൻ താൻ ആഗ്രഹിച്ചില്ല. He arranged for a Roman divorce. താൻ ഒരു റോമൻ വിവാഹമോചനം നേടുവാൻ ആഗ്രഹിച്ചു. Without the knowledge of his wife Zoloras. തന്റെ ഭാര്യയായ സൊലോറസ് അറിയാതെ
റോമൻ സംസ്കാരം അനുസരിച്ചുള്ള അവരുടെ നിയമം അനുസരിച്ചുള്ള ഒരു വിവാഹമോചനം താൻ ആഗ്രഹിച്ചു. Well, that divorce in Rome satisfied the wife of Philip. അത് ഫിലിപ്പിന്റെ ഭാര്യയായ ഹെരോദ്യാസിന് അത് തൃപ്തിയായി. So Herodias and Salome moved into the household of Herod Antipas. അങ്ങനെ അമ്മയും മകളും ഹെരോദ്യാസും സലോമിയും ഒരുമിച്ച് ഒക്ടവിയസ് ഹെരോദ് എന്ന ആ രാജാവിന്റെ ഭവനത്തിലേക്ക് ഗലീലയിലേക്ക് മാറിപ്പാർത്തു. കപ്പർനഹൂം. They stayed in Rome for another year before they moved back to Capernaum. അവർ റോമൻ രാജ്യത്തിൽ റോമിൽ തന്നെ ഒരു വർഷം കൂടെ ജീവിച്ചതിന് ശേഷം ഈ കപ്പർനഹൂമിലേക്ക് അവർ വരുവാനിടയായി. And all the time Zoloras knew nothing of what was happening. ഇതൊക്കെ സംഭവിക്കുമ്പോൾ സലോറസ് എന്ന ഈ ഭാര്യ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല. But Herod had been now with his new wife at his residence at Capernaum for now almost for 2 years before Zoloras found out about it. ഏകദേശം 2 വർഷങ്ങൾ ഇവർ ഇങ്ങനെ കപ്പർനഹൂമിൽ ജീവിച്ചതിന് ശേഷമാണ് സലോറസ് എന്ന തന്റെ ഭാര്യ ഇതിനെക്കുറിച്ച് അറിയുന്നത്. And when she found out, she became absolutely furious. ഇതിനെക്കുറിച്ച് അവൾ കേട്ടപ്പോൾ അവൾക്ക് അടക്കുവാൻ സാധിച്ചില്ല. And she says, I will never give you a divorce. എന്റെ മരണം വരെ ഞാൻ ഒരു വിവാഹമോചനത്തിന് സമ്മതിക്കുകയില്ല എന്ന് അവൾ പറഞ്ഞു. And as far as I'm concerned, my father can declare war upon you at any day, at any time. അങ്ങനെയാണെങ്കിൽ എന്റെ പിതാവിന് ഏത് നിമിഷവും ഏത് സമയവും നിന്റെ മേൽ ഒരു യുദ്ധം പ്രഖ്യാപിക്കുവാൻ സാധിക്കും. Well, again, through fear, Herod organized a compromise. വീണ്ടും ഭയം നിമിത്തം അവർ തമ്മിൽ ഒരു രമ്യതയ്ക്ക് ഒരുമപ്പെട്ടു. He gave her money each year, which was equivalent to about $10 million. ഏകദേശം $1 കോടി എല്ലാ വർഷവും അവൾക്ക് കൊടുക്കാം എന്ന് ഹെരോദാവ് രാജാവ് സമ്മതിച്ചു. He gave her her own bank and her own treasury. അവൾക്ക് സ്വന്തമായിട്ട് ഒരു ബാങ്കും ഒരു ഭണ്ഡാരവും നൽകി. He gave her a beautiful palace, or had one built for her. ഒരു വലിയ കൊട്ടാരം അവൾക്ക് വേണ്ടി പണിതു. And gave her all of these material goods. എല്ലാ സാമ്പത്തിക നന്മകളും അവൾക്ക് നൽകി. To try to appease her anger. അവളെ എങ്ങനെയെങ്കിലും ഒന്ന് സ്വസ്ഥമാക്കിയിരുത്താൻ. But Herodias wouldn't have anything to do with that. ഇതുമായി ഹെരോദ്യാസ് എന്ന ആ സ്ത്രീക്ക് ഒരു ബന്ധവുമില്ല. She demanded of her new husband, I want this woman dead. അവൾ പറഞ്ഞു, ഈ സ്ത്രീ സലോറസ് എന്ന ഈ സ്ത്രീ മരിക്കാതെ അവളെ കൊല്ലാതെ ഞാൻ സമ്മതിക്കുകയില്ല. So when Zoloras discovered that, then she told Herod that she was leaving. She wanted to go back to her father. ഇതിനെക്കുറിച്ച് സലോറസ് മനസ്സിലാക്കിയപ്പോൾ അവൾ ഹെരോദാവിനോട് പറഞ്ഞു, ഞാൻ എന്റെ പിതാവിന്റെ അടുക്കൽ മടങ്ങിപ്പോകുകയാണ്. Herod convinced her not to go to her father. അവളുടെ പിതാവിന്റെ അടുക്കൽ പോകരുത് എന്ന് ഹെരോദാവ് അവളെ എങ്ങനെയോ പറഞ്ഞു ധരിപ്പിച്ചു. But to take up residence in a village on the border of Arabia and his territory. അറേബ്യയുടെയും തന്റെ സാമ്രാജ്യത്തിന്റെയും ആ ബോർഡർ പ്രദേശത്ത് പാർക്കുവാൻ അവളോട് ആവശ്യപ്പെട്ടു. This was called the fortification of Macraeus. മക്രിയാസ് എന്ന ഒരു വലിയ ഗോപുരം, ഒരു ഫോർട്ട്, അവിടെയായിരുന്നു അവൾ പാർത്തു വന്നത്. It was a beautiful, beautiful palace that was on top of a hill. ഒരു പർവ്വതത്തിന്റെ മുകളിലുള്ള ഏറ്റവും മനോഹരമായ ഒരു കൊട്ടാരം. And at the bottom of the hill was a village, a small town of maybe 500 people that serviced the palace. ആ വലിയ കൊട്ടാരത്തിന്റെ ആ പർവ്വതത്തിന്റെ കൊട്ടാരം നിൽക്കുന്ന പർവ്വതത്തിന്റെ ആ താഴ്വശത്ത് ഏകദേശം 500ഓളം ആൾക്കാർ പാർത്തു വരുന്ന ചെറിയൊരു ഗ്രാമം. ആ ഗ്രാമത്തിൽ നിന്ന് ആൾക്കാർ ഈ കൊട്ടാരത്തിന് ആവശ്യമുള്ള സകല സേവനങ്ങളും ചെയ്തു വന്നു. She was satisfied with his arrangement. ഈ ഒരു പ്രത്യേക അറേഞ്ച്മെന്റ് കൊണ്ട് ഈ സലോറസ് അങ്ങ് തൃപ്തിയായി. But her father was not. പക്ഷേ അവളുടെ പിതാവ് And ഇതുകൊണ്ട് തൃപ്തനായില്ല. he stayed angry all the time because of this. ഇത് നിമിത്തം ഈ രാജാവ്, അറേബ്യൻ രാജാവ് വളരെ കോപത്തോടെ ജീവിച്ചു. Now by this time Zoloras was bent very badly. ഈ വർഷങ്ങൾ ഇത്രയും ചരിത്രം കഴിഞ്ഞപ്പോഴത്തേക്ക് സലോറോസ് വളരെയധികം കൂനുകൊണ്ട് ഭാരപ്പെട്ടു. She had become extremely bitter.
വളരെ കയ്പ് നിറഞ്ഞവളായിരുന്നു. Her anger to Herod was beyond control. അവളുടെ കോപം അവൾക്ക് നിയന്ത്രിക്കുവാൻ കഴിയാത്ത അളവിൽ മാറി. The only real peace that she had is when she visited the local synagogue of the Jews. യഹൂദന്മാരുടെ ഏറ്റവും അടുത്ത സിനഗോഗിൽ പോയി അവളുടെ ക്രിയകൾ ചെയ്യുന്നതിൽ മാത്രം അവൾ സമാധാനം കണ്ടെത്തി. But her ruthlessness began to come out of her because of her condition. അവളുടെ സാഹചര്യം നിമിത്തം അവളുടെ പ്രകൃതി വളരെ രൂക്ഷമായി മാറി. On her way to the synagogue, she was known to give money and clothing and various goods to people en route to the synagogue. സിനഗോഗിലേക്ക് പോകുന്ന വഴിയിൽ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും ആഹാരവും വസ്ത്രവും പണവും നൽകുവാൻ ഇവൾ ആരംഭിച്ചു. But in her route, if she felt that anyone out there was making fun of her condition, ഇവൾ നടന്നു പോകുന്ന വഴിയിൽ ആരെങ്കിലും ഇവളുടെ കൂന് കണ്ട് ഇവളെ നിന്ദിക്കുന്നു എന്ന് അവൾക്ക് തോന്നിയാൽ, or was mocking her in any way, ഏതെങ്കിലും രീതിയിൽ അവളെ കളിയാക്കുന്നതായി അവൾക്ക് തോന്നിയാൽ, she would instantly change from compassion to a demon. പെട്ടെന്ന് അവളുടെ ആ ആർദ്രതയുള്ള സ്വഭാവം മാറി അവൾ ഒരു പിശാച് ബാധിക്കപ്പെട്ടവളെ പോലെ ഒരു നിമിഷം കൊണ്ട് മാറി. And she would lash out and she would have her soldiers arrest those people or to kill them on the spot. അവളുടെ കൂടെയുള്ള സൈന്യം ആ വ്യക്തികളെ പിടിച്ച് അറസ്റ്റ് ചെയ്യുവാനോ ഇല്ലെങ്കിൽ ഒരുപക്ഷെ കൊന്നുകളയുവാൻ വരെ ഇവൾ ഓർഡർ ഇടുമായിരുന്നു. So she was very, very unpredictable. അവളെ ആർക്കും മനസ്സിലാക്കാത്തതുപോലെ അവളുടെ മനസ്സ് മാറിക്കൊണ്ടിരുന്നു. And so as the years passed, ചില വർഷങ്ങൾ കഴിഞ്ഞു. then the condition got worse and her opinion and her character became more unstable. അവളുടെ സ്വഭാവവും അവളുടെ ജീവിത ശൈലിയും ആർക്കും മനസ്സിലാക്കാത്തതുപോലെ വളരെ പ്രയാസത്തിലേക്ക് മാറി. Now, according to the laws of the Arabs, if a divorce went uncontested for 20 years, it became automatic. അറേബ്യൻ നിയമം അനുസരിച്ച് ഒരു വിവാഹമോചനം 20 വർഷം അതിനെ ചോദ്യം ചെയ്യാതെ വിട്ടാൽ അത് ആരും പറയാതെ വിവാഹമോചനം അത് പൂർണ്ണമായി കഴിയും. So even though she did not agree to the divorce, ഈ വിവാഹമോചനത്തിന് ഇവൾ സമ്മതിച്ചില്ലെങ്കിലും, if she did not live with her husband for as much as 20 years, then it was automatic. 20 വർഷം തന്റെ ഭർത്താവിനോട് ചേർന്ന് ജീവിക്കാതെ മാറി നിന്നെങ്കിൽ ആ വിവാഹമോചനം ആരും പറയാതെ അത് അങ്ങനെ സംഭവിക്കും. And so she was also angry about that issue. അതിനെക്കുറിച്ചും ഇവൾ വളരെ പ്രയാസപ്പെട്ടിരുന്നു. Now, she had heard tales about a man in the Galilee called Jesus. ഗലീലിൽ ഒരു പുരുഷൻ, യേശു എന്ന പേരിൽ ഒരു പുരുഷനെ കുറിച്ച് ഈ സ്ത്രീ വളരെ കേട്ടിരുന്നു. She had heard about women being healed by him. സ്ത്രീകൾ ഈ യേശുവിനെ തൊട്ടപ്പോൾ സൗഖ്യമായതിനെ കുറിച്ച് ഇവൾ കേട്ടിട്ടുണ്ട്. At that time, religious leaders or religious authorities, they stayed away from women. They didn't want to touch them or talk to them or anything. ആ കാലങ്ങളിൽ മത നേതാക്കന്മാർ ആരും തന്നെ സ്ത്രീകളോട് സംസാരിക്കുവാനോ അവരെ തൊടുവാനോ അവരോട് സംസാരിക്കാതെ മാറി നിന്നു. But this man was different. പക്ഷേ ഈ മനുഷ്യൻ വ്യത്യസ്തനായിരുന്നു. The tales about him says that he allowed a woman even to touch him and to anoint his feet. പക്ഷേ ഇവൾ കേട്ട കഥകൾ വേറെ രീതിയിലാണ്. ഒരു സ്ത്രീ അവളുടെ കണ്ണുനീര് കൊണ്ട് ഈ മനുഷ്യന്റെ പാദങ്ങൾ കഴുകി അവന്റെ പാദം തൊടുവാൻ സമ്മതിച്ചു എന്നുള്ള കഥകൾ കേൾക്കുന്നു. That was totally unbelievable. അവൾക്കത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. But yet it showed that this man, this Jesus, he did have compassion on not only men but women. ഈ മതപുരുഷനായ യേശുവിനെ കുറിച്ച് ഇവൾ കേട്ടത് പുരുഷന്മാരോട് മാത്രമല്ല സ്ത്രീകളോടും ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ഇടപെടുന്ന ഒരു മതപുരുഷൻ. Many times she thought, I'll make a trip to find him and see if perhaps I can be part of his following, to see if maybe he can touch me. ഈ പുരുഷനെ എങ്ങനെയെങ്കിലും പോയി കാണുവാനും സാധിക്കുമെങ്കിൽ ഈ പുരുഷന്റെ ശിഷ്യയായി മാറുവാൻ സാധിക്കുമോ എന്ന് പല പ്രാവശ്യം ഇവൾ ചിന്തിച്ചു. But just as quickly she would put it out of her mind, says, no, I cannot leave. പക്ഷേ അതിന് വലിയ സ്ഥാനം കൊടുക്കാതെ ആ ചിന്തയെ അവൾ പലപ്പോഴും തള്ളിക്കളഞ്ഞു. Now,
Jesus was on his way to Jerusalem to now begin that last week of his life. തന്റെ ജീവിതത്തിന്റെ ഒടുവിലത്തെ ആഴ്ച, ഈ ഭൂമിയിൽ താൻ ജീവിക്കുവാനുള്ള ഒടുവിലത്തെ ആഴ്ചയുടെ ആ ഒടുവിലത്തെ ഘട്ടത്തിലേക്ക് യെരൂശലേമിലേക്ക് യേശു And പോകുകയാണ്. the route that he was following led him through the small town of Machaerus. മാക്കറേസ് എന്ന ഈ ചെറിയ ഗ്രാമത്തിലേക്ക് യേശു യെരൂശലേമിലേക്ക് പോകുന്ന വഴിയിൽ യേശു ആ പട്ടണത്തിൽ കടന്നു. And the day that he and his disciples were passing through that town, യേശുവും തന്റെ ശിഷ്യന്മാരും ഈ ചെറിയ ഗ്രാമത്തിൽ കൂടെ കടന്നു പോകുന്ന ആ സമയം it was the Sabbath day. അത് ശബ്ബത്തിന്റെ ദിവസമായിരുന്നു. And so Jesus, as was his custom, went to the local synagogue of the city where he was ministering. അന്ന് രാത്രിയിൽ പാർത്തിരുന്ന ശുശ്രൂഷിച്ചു വന്ന ആ പട്ടണത്തിലെ ഏറ്റവും അടുത്തുള്ള ഇല്ലെങ്കിൽ ആ ഗ്രാമത്തിൽ ഏറ്റവും അടുത്തുള്ള ആ സിനഗോഗിൽ യേശു പോകുന്ന പതിവായിരുന്നു. അന്നും യേശു അവിടെ പോയി. And so he had intents to go to this local synagogue. അങ്ങനെ ഈ ചെറിയ സിനഗോഗിൽ അന്ന് യേശു പോകുവാനിടയായി. Now the people of that region were known to be very, very liberal. ആ ചെറിയ ഗ്രാമത്തിൽ പാർത്തിരുന്ന ആൾക്കാർ വലിയ നിയമങ്ങൾക്കും വലിയ വലിയ സ്ട്രിക്റ്റായി ജീവിച്ചിരുന്നവരല്ല. Even the Jews were not strict Jews. അവിടെയുള്ള യഹൂദന്മാരും വലിയ സ്ട്രിക്റ്റായി നിയമങ്ങൾ പാലിച്ചവരല്ല. They had no problems going to the celebrations of the tabernacles, of dedication of Passover. The Jews. യഹൂദന്മാർ അവർ They did go to those. അവർ ഈ പെരുന്നാളുകളിൽ ഉത്സവങ്ങളിൽ പോകുന്ന പതിവുണ്ടായിരുന്നു. But they also went to the celebration of the Romans. അവർ യഹൂദന്മാരുടെ ഉത്സവങ്ങളും പെരുന്നാളുകളും മാത്രമല്ല, റോമൻ സാമ്രാജ്യത്തിന്റെ പെരുന്നാളുകളും അവർ ആചരിച്ചു വന്നു. The feasts that were given in honor of Aphrodite or to Jupiter or to Mars. മറ്റ് ദേവന്മാരുടെ ജാതീയ ദേവന്മാരുടെ പേരിലുള്ള ഉത്സവങ്ങളും അവരുടെ പെരുന്നാളുകളും ആചരിക്കുവാൻ ഈ യഹൂദന്മാർക്ക് It മടിയില്ലായിരുന്നു. was a time of festivity. അവർക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിക്കണം, അത്രയേ ഉള്ളൂ. So free food, why not go? ആഹാരം സൗജന്യമായി ലഭിക്കുന്നു, പോയി അടിച്ചേക്കാം. So they did. അങ്ങനെ അവർ പോയി. So not only the feast of the Romans, they went to the feast of the Persians and the feast of the Greeks and everyone else in the area. യവനന്മാരുടെയും റോമൻ സാമ്രാജ്യത്തിന്റെയും മറ്റുമുള്ള സകല ജാതീക ദേവീ ദേവന്മാരുടെയും അവരുടെ ഉത്സവങ്ങൾക്കും അവരുടെ പ്രത്യേക കാര്യങ്ങൾക്കൊക്കെ ഇവർ പോകാറുണ്ടായിരുന്നു. Even the leaders of the synagogue, they said, that's okay. സിനഗോഗിലെ നേതൃവൃന്ദവും ഇങ്ങനെയുള്ള ജാതീയ ഉത്സവങ്ങൾക്ക് പോകുന്നതിൽ മടി കാണിച്ചില്ല. As long as you come to synagogue on Sabbath, then everything else is okay. Do what you ശബ്ബത്ത് want. നാളിൽ സിനഗോഗിൽ വരുന്ന അത്രയും നാൾ അത് വരുന്നുണ്ടോ, ബാക്കിയൊന്നും സാരമില്ല. Well, Jesus dropped in, him and his disciples dropped into the Sabbath day on that synagogue on that day. ആ ശബ്ബത്ത് നാളിൽ യേശുവും തന്റെ ശിഷ്യന്മാരും ഈ ഗ്രാമത്തിലുള്ള സിനഗോഗിലോട്ടൊന്ന് കയറി ചെന്നു. And the leader of the synagogue was quite upset that Jesus was there. യേശു അവിടെ വന്നതിൽ തന്നെ ആ സിനഗോഗിന്റെ അധികാരികൾ യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ബുദ്ധിമുട്ടായി. And Jesus was already there. He was in his place. He was ready to observe the Sabbath day sessions. യേശു ശബ്ബത്ത് ദിവസം ആചരിച്ചുവെന്ന ആചാരങ്ങൾക്ക് വേണ്ടി തയ്യാറായി അവിടെ ഇരിക്കുകയാണ്. But then all of a sudden, പക്ഷേ പെട്ടെന്ന് Zoloras showed up with her entourage. സൊലോറ അവളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരെ എല്ലാം കൂട്ടിക്കൊണ്ട് ഇവളും ഇതാ ഈ സിനഗോഗിൽ കയറി വന്നു. And I'm sure the leader of the synagogue was beside himself. ഈ സിനഗോഗിന്റെ അധികാരികൾ ആകപ്പാടെ വിഷമിച്ചു. It was bad enough for Jesus to be here. യേശുവോ വന്നു കയറി അതിന്റെ പ്രയാസത്തിൽ ഇങ്ങനെ ദുഃഖിച്ചിരിക്കുക. But now I have to deal with Jesus and Zoloras. ഇനിയിപ്പോ രണ്ടുപേരും ഒരുമിച്ച് കയറി വരുന്നു, ഞാൻ എന്തു ചെയ്യും? This is more than any man can take. ഇത് എന്നെ കൊണ്ട് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ്. Because she was so unpredictable. കാര്യം ഇവള് ദേഷ്യം വന്നാൽ ഇവന്റെ തല വെട്ടിക്കളയും. If he said something wrong, she could have the entire synagogue arrested. അവൾക്ക് അധികാരമുള്ള വ്യക്തിയാകിയാൽ ഈ പുരോഹിതൻ ഇല്ലെങ്കിൽ സിനഗോഗിന്റെ അധികാരി എന്തുമെങ്കിലും തെറ്റായ ഒരു വാക്ക് പറഞ്ഞാൽ അവരെ മുഴുവൻ അറസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. So whenever she is around, you have to walk on eggshells.
ഈ സ്ത്രീ ഇവിടെ ഉള്ളപ്പോൾ വളരെ സൂക്ഷിച്ച് നടക്കുവാൻ സാധിക്കുകയുള്ളൂ. And now Jesus, I don't understand him at all. ഈ യേശുവിനെ കുറിച്ചാണെങ്കിൽ പറയേണ്ട ആവശ്യമില്ല. Talking to women, സ്ത്രീകളോട് സംസാരിക്കുന്നവൻ, healing on Sabbath day, ശബത്ത് ദിവസത്തിൽ സൗഖ്യമാക്കുന്നവൻ, allowing his disciples to harvest corn on Sabbath day. ശബത്ത് നാളിൽ എന്താ ധാന്യം കതിര് പറിക്കുവാൻ തന്റെ ശിഷ്യന്മാരെ സമ്മതിച്ചവൻ. And even healing servants of Roman historians. How awful can that be? റോമൻ ചരിത്രകാരന്മാരുടെ ദാസന്മാരെ സൗഖ്യമാക്കുന്ന ഈ മതമനുഷ്യൻ. And now here he is in my church today. ഇന്നിതാ എന്റെ ആരാധനയ്ക്ക് എന്റെ സഭയിൽ കടന്നു വന്നിരിക്കുന്നു. And so there was very much anxiety of what was going to take place. എന്ത് സംഭവിക്കും എന്നെല്ലാരും കാണാൻ ആകാംക്ഷയോടെ ഇരിക്കുക. But then Jesus made it worse. യേശു ആ സാഹചര്യം ആകപ്പാടെ അങ്ങ് വഷളാക്കി. Because when Dolores walked in that day, by now it had been she was 38 years old. She had had this problem to the worst extent now for 18 years. She was bent so far over she could not even look up. She had to look continually at the ground. ഇവളുടെ കണ്ണുയർത്തുവാൻ തല ഉയർത്തുവാൻ കഴിയാതെ ആകപ്പാടെ കുനിഞ്ഞു നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇവൾ സിനഗോഗിലേക്ക് കടന്നു വന്നു. And so when she walked in, not only do all the people notice that she's coming in, but there was a man there who especially noticed her. ഇവൾ കടന്നു വന്നത് ആ സിനഗോഗിലിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചെങ്കിലും ഇവരെക്കാളൊക്കെ ഉപരി ഒരു വ്യക്തി ഈ സ്ത്രീയെ ശ്രദ്ധിച്ചു. This lady was not a stranger. ഇവൾ ആരും അറിയപ്പെടാത്ത ഒരു വ്യക്തിയല്ല. Everybody knew who she was. ഇവൾ ആരാണെന്ന് ആ സിനഗോഗിലുള്ള എല്ലാവർക്കും അറിയാം. The whole land knew who she was. ആ ദേശത്തിലുള്ള എല്ലാവർക്കും She was the queen still. ഇന്നും അവൾ ഹെരോദാവിന്റെ ഭാര്യയാണ്. The divorce had not been granted yet, so she was still the queen of the region. ഇവൾ വിവാഹമോചനത്തിന് സമ്മതം കൊടുക്കാഞ്ഞതുകൊണ്ട് ഇന്നും അവളുടെ നിയമം അനുസരിച്ച് അവൾ ആ ദേശത്തിലെ ഒരു രാജ്ഞിയാണ്. The wife of the highest ranking Roman authority in that region. ആ ദേശത്തിലുള്ള റോമൻ സാമ്രാജ്യം നിയമിച്ച ഏറ്റവും ഉയർന്ന അധികാരിയുടെ ഭാര്യ. She was not a stranger. ഇവൾ ആരും അറിയാത്തവളല്ല. If she would be alive today, ഇന്ന് അവൾ ഒരു പക്ഷേ she would ജീവിച്ചിരുന്നെങ്കിൽ be front page news on your newspapers. പത്രത്തിന്റെ ആദ്യത്തെ പേജിൽ വാർത്തയായി വരുവാൻ സാധ്യതയുള്ള ഒരു വ്യക്തിത്വം. She would be on BBC every day. എല്ലാ ദിവസവും BBC ന്യൂസിൽ വരുവാൻ സാധ്യതയുള്ള വ്യക്തിത്വം. That's the type of person she was. അത്രയ്ക്ക് സ്വാധീനമുള്ള ഒരു വ്യക്തിത്വം. So Jesus knew immediately who the woman was. ഇവൾ ആരായിരുന്നു എന്ന് യേശു പെട്ടെന്ന് തിരിച്ചറിഞ്ഞു. And he knew the history surrounding her. ഇവളുടെ ചരിത്രം യേശു അറിഞ്ഞിരുന്നു. And the horrible condition she was in. ഇവളുടെ ആ വല്ലാത്ത സാഹചര്യം യേശു അറിഞ്ഞു. And the intense hatred that made her so erratic. അവളുടെ അകത്തുള്ള ആ ദേഷ്യവും ആ കയ്പും അതിന്റെ പരിണത ഫലവും യേശു വ്യക്തമായി തിരിച്ചറിഞ്ഞു. But Jesus said to himself, യേശു തന്നെത്താൻ ഇങ്ങനെ പറഞ്ഞു കാണും, irrespective, she needs to be healed. ഇവളുടെ കയ്പും ഇവളുടെ കോപവും ഇവളുടെ സകല ശാഠ്യവും സകലതും ഇവളിലുള്ളപ്പോൾ തന്നെ ഇവൾ സൗഖ്യമാകിയേ മതിയാകും. And so Jesus approached her. അതുകൊണ്ട് യേശു അവളുടെ അടുക്കൽ ചെന്നു. Every eye in the synagogue was watching. സിനഗോഗിൽ ഓരോ വ്യക്തിയും അവരെ ശ്രദ്ധിച്ചു നോക്കുകയാണ്. The leader of the synagogue says, surely he's not going to. സിനഗോഗിന്റെ ആ അധികാരി അവിടെ നിന്ന് പറയുക, ഒരിക്കലും ഇത് സംഭവിക്കരുത്. Let him heal anybody. മറ്റാരെ സൗഖ്യമാക്കിയാലും കുഴപ്പമില്ല. But don't let him walk up to her. ഇവളെ മാത്രം തുടരുത്. But Jesus did just that. യേശു അത് തന്നെ ചെയ്തു. And the healing power യേശുവിന്റെ സൗഖ്യമാക്കുന്ന ശക്തി of Jesus Christ യേശുവിന്റെ അധികാരം ശക്തി touched her that moment. അവളെ ആ നിമിഷം സ്പർശിച്ചു. And she was forever healed of this condition. ആ അവസ്ഥയിൽ നിന്നും എന്നേക്കും ആ സ്ത്രീ വിടുവിക്കപ്പെട്ടു. And she never suffered from that condition again as long as she lived. അവൾ ജീവനോടെ
ആയിരുന്ന നാളുകൾ പിന്നൊരിക്കലും ആ പ്രശ്നം, ആ രോഗം അവൾക്കുണ്ടായില്ല. And needless to say, പറയേണ്ട ആവശ്യമില്ല, on that day, ആ ദിവസം she became a follower of Jesus Christ. അവൾ യേശുവിന്റെ ശിഷ്യയായി മാറി, അനുയായിയായി മാറി. Now, the leader of the synagogue, the hypocrite that he was, he just became hysterical. ആ സിനഗോഗിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന വ്യക്തി ആകപ്പാടെ പരവേശം പിടിച്ച് കോപം പിടിച്ച് വല്ലാതായി. He felt like, I have to say something. എന്തെങ്കിലും ഇതിന്റെ പിൻപിൽ പ്രതികരിച്ചേ പറ്റത്തുള്ളൂ, I have to do something. എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. So he criticized Jesus for healing on the Sabbath. അതുകൊണ്ട് ശബത്തിൽ സൗഖ്യമാക്കിയതിന് യേശുവിനെ കുറ്റം വിധിച്ചു. And Jesus looked at him. യേശു ആ മനുഷ്യനെ നോക്കി, Says, you hypocrite. കപടഭക്തിക്കാരാ, You allow this community to do everything under the world and you do nothing about it. ഈ ലോകത്തിൽ ബാക്കി എന്ത് ചെയ്താലും നിനക്ക് പ്രശ്നമില്ല. And on this day, when this woman, this daughter of Abraham, ഈ ദിവസം അബ്രഹാമിന്റെ മകളായ ഇവൾ, and she was a daughter of Abraham. അവൾ അബ്രഹാമിന്റെ മകൾ She was തന്നെയായിരുന്നു. a daughter of Ishmael. അവൾ ഇഷ്മയേലിന്റെ മകളായിരുന്നു. Ishmael was a son of Abraham. ഇഷ്മയേൽ അബ്രഹാമിന്റെ മകനായിരുന്നു. He said, on this day, this daughter of Abraham is released. ഈ ദിവസം അബ്രഹാമിന്റെ മകളായ ഇവൾ വിടുതൽ പ്രാപിച്ചു. And all you can do is complain. നിനക്കോ അതിൽ പ്രതികരിക്കുവാൻ കുറ്റം മാത്രമേ കണ്ടുപിടിക്കാൻ He says, സാധിച്ചുള്ളൂ. just forget you. നിന്നെ ഞാൻ വകവെക്കുന്നില്ല. And the people marveled at the miracle, not at the complaints of the hypocrite. ആ കപടഭക്തിക്കാരന്റെ കുറ്റം വിധിക്കുന്ന വാക്കുകൾക്ക് ജനത്തെ സ്വാധീനിക്കുവാൻ കഴിഞ്ഞില്ല. യേശുവിന്റെ അത്ഭുതം ജനത്തെ സ്വാധീനിച്ചു. That's the last we hear of Zoloras in the Word of God. ദൈവത്തിന്റെ വചനത്തിൽ ഒടുവിലായി സൊലോറസിനെ കുറിച്ച് കാണുന്ന ഭാഗം അതാണ്. But it is not the last we hear of Zoloras. പക്ഷേ ചരിത്രത്തിൽ ഒടുവിലായി അവളെ കുറിച്ച് കേൾക്കുന്നത് ഇവിടല്ല. She heard through the spreading of rumors that Jesus had been arrested. യേശു അറസ്റ്റായി എന്ന് ഇവൾ അനേകരുടെ വാക്കുകളിൽ നിന്ന് ഇവൾക്ക് അറിയുവാനിടയായി. And she was an eyewitness to Jesus' crucifixion. യേശുവിന്റെ ക്രൂശീകരണത്തിന് ദൃക്സാക്ഷിയായി ഈ സൊലോറസ് മാറുവാനിടയായി. She was one of those who looked from afar as Jesus said to those accusers, Father, forgive them. അകലെ നിന്ന് യേശു ഈ ക്രൂശിക്കുന്നവരെ നോക്കി, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേട്ട് അത് ദൂരെ നിന്ന് കണ്ട വ്യക്തികളിൽ ഒരു വ്യക്തി ഈ സ്ത്രീയായിരുന്നു. They don't know what they're doing. അവർ ചെയ്യുന്നത് എന്തെന്നറിയായികയാൽ. And she was an eyewitness when he breathed, it is finished. സകലതും നിവർത്തിയായി എന്ന് യേശു വിളിച്ചു പറയുന്നത് കേട്ടവരിൽ ഒരു വ്യക്തിയാണ് ഈ സ്ത്രീ. And within her own self, she was thinking, he did this for me. What will happen now? യേശു എനിക്ക് വേണ്ടി ഇത് ചെയ്തു, ഇനിയും എന്ത് സംഭവിക്കും എന്നിവൾ ചിന്തിക്കുവാൻ ആരംഭിച്ചു. And she went back to her father, not in Macareus. She went over the border and went to the capital city of Arabia. അറേബ്യ രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ ഇവൾ പോയി അവളുടെ പിതാവിനെ കണ്ടു. She convinced her father അവളുടെ പിതാവിനെ അവൾ പറഞ്ഞു മനസ്സിലാക്കി that he must do something. ഈ പിതാവിനോട് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു. That the Romans had killed the man that healed her. അവളെ സൗഖ്യമാക്കിയ ആ മനുഷ്യനെ, യേശുവിനെ, റോമൻ പടയാളികൾ ക്രൂശിച്ചു എന്ന് തന്റെ പിതാവിനോട് ഇവൾ പോയി പറഞ്ഞു. So he began to plan at that time a war against Rome, an invasion of Judea with the purpose of destroying Roman authority. അന്ന് മുതൽ റോമൻ സാമ്രാജ്യത്തെ ഈ ഇസ്രായേൽ രാജ്യത്തു നിന്നും മാറ്റുവാനും അവർക്ക് വിരോധമായി ഗലീലയിലും അവർക്ക് വിരോധമായി ഒരു വലിയ യുദ്ധം അന്ന് മുതൽ താൻ പദ്ധതിയിടുവാൻ ആരംഭിച്ചു. Now he was not a believer in Jesus. ഈ രാജാവ് യേശുവിൽ വിശ്വസിച്ച ഒരു വ്യക്തിയല്ല. But his daughter was. പക്ഷേ ഈ രാജാവിന്റെ മകൾ യേശുവിൽ വിശ്വസിച്ചു. And so he did not need an excuse to hate the Romans. ഈ റോമൻ സാമ്രാജ്യത്തെ
യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാൻ ഒരു സാഹചര്യം താൻ അന്വേഷിച്ച് He നടക്കുകയാണ്. already hated them to the maximum level because of the way Herod has treated his daughter. ഈ റോമൻ സാമ്രാജ്യത്തിന്റെ അധിപതിയായ ഹെരോദാവ് തന്റെ ഭാര്യയെ, ഈ രാജാവിന്റെ മകളെ എങ്ങനെ ക്രൂരമായി കൈകാര്യം ചെയ്തോ അതിനുവേണ്ടി അതിൽ താൻ കോപം കൊണ്ട് ഈ രാജ്യത്തെ തകർക്കുവാൻ ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. And now their killing of Jesus, that was just the final straw. ഈ യേശുവിനെ കൊന്നത് ഒരു അവസരമായി ഈ രാജാവ് എടുത്തു. Preparations were made. ഒരുക്കങ്ങൾ അവർ ചെയ്തു. And in the midst of those preparations, ഈ ഒരുക്കങ്ങളുടെ നടുവിൽ word was received into the Arabic court. Word was received that Jesus had risen from the dead. യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വർത്തമാനം അറേബ്യൻ രാജ്യങ്ങളിൽ പടരുവാനിടയായി തീർന്നു. She convinced her father to wait. അവളുടെ പിതാവിനോട് ഇവൾ പറഞ്ഞു, അല്പം കൂടെ കാത്തിരിക്കണം. Wait and let me find out for sure what is happening. ഇവിടെ എന്ത് സംഭവിക്കുന്നു എന്ന് എനിക്ക് കാണുവാൻ അല്പസമയം എനിക്ക് തരുവാൻ അവൾ ആവശ്യപ്പെട്ടു. Was his body stolen? ഈ യേശുവിന്റെ ശരീരം ആരോ രാത്രിയിൽ എടുത്തുകൊണ്ട് പോയതാണോ? Or what happened to it? ഇത് വാസ്തവത്തിൽ എന്ത് സംഭവിച്ചു? Were the rumors true that he is risen? ഇവൻ ഉയർത്തെഴുന്നേറ്റു എന്നുള്ള ഈ ശ്രുതി ഇത് വാസ്തവമാണോ? So she went to Jerusalem herself. അതുകൊണ്ട് ഇവൾ വ്യക്തിപരമായി യെരൂശലേം പട്ടണത്തിൽ ചെന്നു. And through her own testimonial, അവളുടെ സ്വന്തം സാക്ഷ്യം അനുസരിച്ച് she talked personally to James, the brother of Jesus. യേശുവിന്റെ സഹോദരനായ യാക്കോബിനോട് സംസാരിച്ചു. And he confirmed. അവൻ അതിന് സാക്ഷ്യം വഹിച്ചു. He is risen. അതെ, യേശു ഉയർത്തെഴുന്നേറ്റു. Hallelujah. She convinced her father to stop the war. അവളുടെ പിതാവിനോട് അവൾ ആവശ്യപ്പെട്ടു, യുദ്ധം അരുത്. And she became a advocate not only for Jesus but for the spread of the gospel. സുവിശേഷത്തിന്റെ വ്യാപ്തിക്കായി ഇവൾ ശക്തിയുള്ള ഒരു മാനപാത്രമായി സ്വർഗ്ഗം അവളെ മാറ്റുവാനിടയായി. She began to proclaim the gospel, and she was the very first Arab to accept Jesus as Savior and begin to spread the gospel throughout Arabia. അറബ് രാജ്യങ്ങളിൽ സുവിശേഷത്തിന്റെ വ്യാപ്തിക്കും അറബ് ജനത്തിന്റെ ഇടയിൽ ആദ്യമായി യേശുവിനെ രക്ഷിതാവായി അംഗീകരിച്ചതിൽ ആദ്യത്തെ വ്യക്തിയാണ് ഈ സ്ത്രീ. But not only that, അത് മാത്രമല്ല, she established the church of Edessa. അഡീസ എന്ന സ്ഥലത്തെ സഭ ഈ സ്ത്രീ സ്ഥാപിച്ചു. The church that still exists today. ഇന്നും ആ സഭ ഉണ്ട്, നിലവിലുണ്ട്. And the name of the church is the Church of the Precious Healer. ആ സഭയുടെ പേരാണ് ഏറ്റവും വിലയേറിയ സൗഖ്യദായകന്റെ സഭയാകുന്ന സഭ എന്നാണ് ഇന്നും ആ സഭയുടെ പേര്. And it still is known for the great miracles of healing taking place this very day. ഇന്നും ആ സഭയിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നു, പോയി കാണുന്നവർക്കറിയാം. But as far as for you, the greatest thing was yet to come. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സംഭവം നടക്കുവാൻ പോകുന്നതേ ഉള്ളൂ. At that time, Artius did not allow anyone to come into his territory without having a real reason to do so. അർത്തിയസ് രാജാവ് അറേബ്യൻ രാജ്യത്തിലേക്ക് ആരും തന്നെ ഒരു വ്യക്തമായ കാരണം കൂടാതെ കടക്കുവാൻ താൻ സമ്മതിച്ചില്ല. And there was seldom any permission given for transit across his region. ആ രാജ്യത്തിലേക്ക് കടക്കുവാൻ ഇന്ന് വിസ ഉള്ളതുപോലെ അന്ന് ആർക്കും അംഗീകാരം ലഭിക്കാത്തൊരു കാലം. But Zarellus convinced her father. പക്ഷെ സൊലോറാസ് തന്റെ പിതാവിനോട് ഒരു കാര്യം പറഞ്ഞു ഫലിപ്പിച്ചു. Give special exclusive permission to the followers of Jesus. യേശുവിന്റെ ശിഷ്യന്മാർക്ക് അറേബ്യൻ രാജ്യങ്ങളിൽ കടന്നു വന്ന് സുവിശേഷം അറിയിക്കുവാൻ അംഗീകരിക്കണം എന്ന് തന്റെ പിതാവിനെ പറഞ്ഞ് ഫലിപ്പിച്ചു. To travel through that land. ആ രാജ്യത്തിലൊക്കെയും സഞ്ചരിക്കുവാൻ. One of those men who sought permission from Artius was a man by the name of Thomas. തോമസ് എന്ന പേരുള്ള ഒരു മനുഷ്യൻ ഈ രാജാവിനോട് പെർമിഷൻ വാങ്ങി അറേബ്യൻ രാജ്യത്തിലൊക്കെയും പോയി യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാനിടയായി. And he received the permission. തോമസിന് ആ പെർമിഷൻ ലഭിച്ചു. And he walked across Arabia into the shores of India and brought the gospel. അറേബ്യയിൽ കൂടെ ഭാരതത്തിൽ വന്ന് കേരളത്തിൽ സുവിശേഷം അറിയിക്കുവാൻ തോമസിന് അതിൽ കൂടെ തോമസ് അപ്പോസ്തലന് അവകാശം ലഭിച്ചു. Had not Jesus healed this woman, ഈ സ്ത്രീയെ യേശു സൗഖ്യമാക്കിയില്ലായിരുന്നെങ്കിൽ there's a great possibility
that you would not have received the gospel. ഒരു പക്ഷേ ഭാരതത്തിലുള്ള നമ്മൾ സുവിശേഷം കേൾക്കുവാൻ ഒരു പക്ഷേ അവസരം ഉണ്ടാകുകയില്ലായിരുന്നു. And that gospel still lives today. ഇന്നും ഈ സുവിശേഷം ജീവിക്കുന്നു. Praise God. ഹല്ലേലൂയ.